നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നത്. മലയാളം ടൈപ്പിങ്ങിനെ കുറിച്ച് പല ആളുകൾക്കും പല ആശങ്കകളാണ്. അപ്പോൾ ക്യാൻവ പ്രീമിയം എടുത്ത ആളുകൾക്കൊക്കെ മലയാളം ടൈപ്പ് ചെയ്യുന്നതിൽ നിന്നും പല പ്രശ്നങ്ങളും നേരിട്ടതായിട്ട് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ മലയാളം നമ്മുടെ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ മലയാളം ഫോണ്ടുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോണ്ടുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അത് എങ്ങനെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ canva.com പ്രവേശിക്കുകയാണ്. മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ ഒരേപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ക്യാൻവയിൽ നമ്മൾ ഇന്നൊരു പോസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. ആ പോസ്റ്ററിൽ എങ്ങനെ മലയാളം ഉൾപ്പെടുത്താം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു പോസ്റ്റർ എടുക്കാം. പോസ്റ്റർ ടെംപ്ലേറ്റിൽ ഏതെങ്കിലും ഒരു നോട്ടീസാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നോട്ടീസ് എടുക്കാം. നോട്ടീസ് ഞാനിവിടെ നോട്ടീസ് അടിക്കുന്നു. ചെറിയൊരു നോട്ടീസ്. ഈ നോട്ടീസ് എടുക്കാം. ഇതൊരു പ്രീമിയം കണ്ടൻ്റാണ്. ഈ നോട്ടീസ് നമുക്ക് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആവശ്യമായി വരുന്ന നോട്ടീസുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത് മലയാളത്തിലല്ല, ഇത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് മലയാളത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ നേരെ മലയാളം അല്ലെങ്കിൽ മംഗ്ലീഷിൽ എഴുതിയിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുന്നതാണ് പലരും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഗുണമില്ല. ആ നോർമൽ ഫോണ്ട് തന്നെ അവിടെ വരും. അത് യാതൊരുവിധ മാറ്റങ്ങളും വരുന്നതല്ല. ബാക്ക്ഗ്രൗണ്ടിൽ പല ശബ്ദങ്ങളുണ്ടാവും, അതൊന്നും വിഷയമാക്കരുത്. ഇവിടെ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഗൂഗിളിൽ പോയിട്ട് കുറ്റി പെൻസിൽ എന്നടിക്കുക. കുറ്റി പെൻസിൽ എന്നടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സൈറ്റ് ഉണ്ട്, അത് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൽ നമ്മൾ ഏഴാമത്തെ ഓപ്ഷൻ കാണാം, ഗൂഗിൾ കീബോർഡ് എന്നാണ് ഇതിന് പറയാം. ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നാളെ സ്കൂൾ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് നമ്മൾ പോസ്റ്റിൽ കൊടുക്കേണ്ടതെന്ന് കരുതാം. എന്താ എഴുതേണ്ടത്? നാളെ സ്കൂൾ ഉണ്ടായിരിക്കുന്നതല്ല. മംഗ്ലീഷിൽ എഴുതാം. മംഗ്ലീഷിൽ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വരും. എന്നിട്ട് ഇവിടെ കൺവേർട്ട് എന്നുള്ള സ്ഥലത്ത് കോപ്പി ടു FML സീരീസ് എന്ന് കാണാം. ഇതെടുക്കുക. ഇതെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇത് കോപ്പി ടെക്സ്റ്റ് ചെയ്യുക. ഇത് മൊത്തം കോപ്പി അടിക്കുക. എന്നിട്ട് ഇവിടേക്ക് വരിക. ഇവിടേക്ക് ഇത് പേസ്റ്റ് ചെയ്യുക. കണ്ടോ? ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാത്ത ഏതോ ഒരു ഭാഷ പോലെയാണ് കാണിക്കുക. ഇതിൻ്റെ കളർ വൈറ്റാണ്. നമുക്കത് ബ്ലാക്ക് ആണ്. ഇതിനോട് യോജിച്ച കളർ ഇപ്പോൾ റെഡാണ്. അപ്പോൾ റെഡ് കൊടുക്കാം. വേണമെങ്കിൽ അത് ബോൾഡാക്കി കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ക്യാൻവയുടെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടുകൾ ഏതെങ്കിലും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഫോണ്ട് ഇതിന് സെലക്ട് ചെയ്യാം. കണ്ടോ? നാളെ സ്കൂൾ ഉണ്ടായിരിക്കുന്നതല്ല. അതിവിടെ ഫോണ്ട് വന്നു. വളരെ ഈസിയാണ്. ഇതിപ്പോൾ നോർമൽ ഫോണ്ടാണ്. ഈ ഫോണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഫോണ്ടാക്കി മാറ്റാം. ഇതിന് നമുക്ക് എഫക്റ്റുകളൊക്കെ കൊടുക്കാം, ഷാഡോ കൊടുക്കാം. ഇനി ഫോണ്ട് നമുക്കൊന്ന് മാറ്റി നോക്കാം. പല ഫോണ്ടുകൾ ഇതിലുണ്ട്. ചില ഫോണ്ടുകളൊന്നും മനസ്സിലാവില്ല. അത്യാവശ്യം നല്ല ബ്യൂട്ടിയുള്ള ഫോണ്ടുകളൊക്കെ ഇതിലുണ്ട്. പല രീതിയിലുള്ള ഫോണ്ടുകൾ. ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാം? ഇതിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ മലയാളം ഫോണ്ടിൻ്റെ വിഷയത്തിലുള്ള ഒരു തീരുമാനം ഇന്നായിട്ടുണ്ട്. ഇനി ആരും അതിൽ വിഷമിക്കേണ്ട. മലയാളം ഫോണ്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പക്കലില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ 170 രൂപക്ക് പ്രീമിയം നമ്മളെ അടുത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ മലയാളം ഫോണ്ടുകൾ നൽകുന്നുണ്ട്.
അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ജസ്റ്റ് ഒരു നോട്ടീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോട്ടീസിന് നമുക്കൊരു പേര് കൊടുക്കാം, നോട്ടീസ് കൊടുക്കാം. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഷെയർ എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഡൗൺലോഡ് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മലയാളം ഫോണ്ടുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. വളരെ ഈസിയാണ്. കുറ്റി പെൻസിൽ എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ആ നോട്ടീസ് ഇവിടെ ഡൗൺലോഡായി. ഓക്കെ, വളരെ ഈസി ആയിട്ട് ക്യാൻവയിൽ മലയാളം ഫോണ്ട് ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മൊബൈലിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫോണ്ടായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. കുറ്റി പെൻസിൽ ഉപയോഗപ്പെടുത്തുക എല്ലാവരും. കൺവെർട്ട് ടു FML അതാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ആദ്യം നിങ്ങൾ ഗൂഗിൾ കീബോർഡാണ് എടുക്കേണ്ടത്. ഗൂഗിൾ കീബോർഡ് എടുത്തിട്ട് അതിൽ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ. മലയാളം ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ക്യാൻവ പ്രീമിയം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. സ്പോട്ടായിട്ട് നിങ്ങളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മെയിൽ ID അയക്കുകയും ചെയ്താൽ സ്പോട്ടായിട്ട് നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്തു തരുന്നതാണ്. താങ്ക് യു.